ഒരു സൂത്രമുണ്ട്, മഹാതൻഹ സംഖ്യ സൂത്ത. ഈ സൂത്രത്തിൽ ഒരു ഭിക്ഷുവിന് മുക്തി ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു സാധകന് മുക്തി ലഭിക്കാൻ ഏതെല്ലാം പാതയിലൂടെ പോകണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് നമ്മൾ ശീലങ്ങൾ പാലിക്കണം. ഒരു സാധാരണക്കാരനാണെങ്കിൽ 5 ശീലം, ഭിക്ഷുവാണെങ്കിൽ 10 ശീലം, അതുകൂടാതെ ബാക്കിയുള്ള വിനയങ്ങളെല്ലാം ഒരു ഭിക്ഷു പാലിക്കണം. ഇങ്ങനെ നമ്മൾ പാലിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു അനവജ്യ സുഖം, അതായത് മറ്റുള്ളവർക്ക് അത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആ രീതിയിലുള്ളൊരു സുഖം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇന്ദ്രിയ സംവരം, അതായത് 5 ഇന്ദ്രിയങ്ങളെയും കൊണ്ട് നമ്മൾ എപ്പോഴും നിയന്ത്രണം പാലിക്കണം. അതായത് ആവശ്യമുള്ള കാര്യങ്ങളെ കാണാവൂ, കേൾക്കാവൂ, അതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിലും അഭ്യാസേക സുഖം, അതുമൂലം നമ്മുടെ ഉള്ളിൽ ഒരു സുഖം അനുഭവം നമ്മൾക്കാകും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സതി സമ്പജന്യം. സതി എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ജാഗ്രത, സമ്പജന്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ധ്യാനിക്കും, നടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്തും, സംസാരിക്കുന്ന സമയത്ത്, എല്ലാ സമയത്തും ധ്യാനാവസ്ഥ, അതാണ് സതി സമ്പജന്യം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു നിർജ്ജന സ്ഥലത്തെ വാസം, അതായത് ആരുമില്ലാത്ത ഒരു ഗുഹയിലോ അല്ലെങ്കിൽ വീട്ടിലോ അവിടെ പോയിട്ട് വസിക്കുക. വസിച്ചതിന് ശേഷം നമ്മുടെ 5 നീവരണങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. കാമചന്തം, വ്യാപാദം, ഉദ്ദച്ച, കുക്കുച്ചം, ധീനമിത്ത, വിജികിത്സ, ഈ 5 നീവരണങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. ഇല്ലാതാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 4 ധ്യാനങ്ങളിൽ ഏർപ്പെടണം. 1-ാമത്തെ, 2-ാമത്തെ, 3-ാമത്തെ, 4-ാമത്തെ. അതിനുശേഷം നമ്മൾക്ക് മുക്തി കിട്ടും. ഇതാണ് ഭഗവാൻ പറയുന്ന മുക്തിക്കുള്ള വഴി.